ഒരു ആർട്ട് ഫോം എപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണമെന്ന് വാശി പിടിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കാവ്യം. അർജുൻ റെഡ്ഡി. സംഗതി ശരിയാണ്, പുള്ളി കാണിക്കുന്ന എല്ലാ ആക്ഷൻസുമായും നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനൊരു നായക കഥാപാത്രത്തെ ഇതിനു മുമ്പെങ്കും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് സംഗതി ഭയങ്കര ഫ്രഷും ഇൻട്രസ്റ്റിംഗുമായിരുന്നു. പിന്നെ ഞാൻ ഇതുവരെ ഒരു സിനിമയുടെ തന്നെ 2 ഭാഷയിലെ വെർഷൻസ് അധികം കാണാൻ നിൽക്കാറില്ല. എന്നാൽ അങ്ങനെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ദ ഒറിജിനൽ ഓൾവേസ് സ്റ്റാൻഡ്സ് ടോൾ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ ഒഴിച്ച്. ഇതിന്റെ ഹിന്ദി വെർഷൻ കബീർ സിംഗും ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഷാഹിദ് കപൂർ ഡെലിവേർഡ് an equally great performance and at some parts he did it better than the original, I might say. പിന്നെ ഈ 2 സിനിമകളും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള എൻ്റെ ഒരു വിചിത്രമായ ഓർമ്മ എന്ന് പറയുന്നത് അർജുൻ റെഡ്ഡി ഇറങ്ങിയത് 2017 കബീർ സിംഗ് ഇറങ്ങുന്നത് 2019 എന്ന് വെച്ചാൽ തെലുങ്കിന്റെ ഹാങ് ഓവർ മാറുന്നതിന് മുമ്പ് ഹിന്ദിയും ഇറങ്ങുന്നു. അപ്പൊ ഞാൻ ഡെന്റൽ PG പഠിച്ചിരുന്ന കോളേജിന്റെ അതേ ക്യാമ്പസിൽ ഒരു മെഡിക്കൽ കോളേജും ഉണ്ടായിരുന്നു. നമ്മുടെ പാരലൽ ബാച്ചിൽ വരുന്ന അവിടെയുള്ള ആളുകളെ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ തെലുങ്ക് സംസാരിക്കുന്നവരും ഹിന്ദിക്കാരും ഒക്കെ ഇഷ്ടംപോലുള്ള ഒരു കോളേജായിരുന്നു എൻ്റെത്. സോ ഈ സിനിമകളുടെ ഇൻഫ്ലുവൻസ് ആണോ എന്നറിയില്ല, എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസും അവരവരെ തന്നെ കാണുന്നത് അർജുൻ റെഡ്ഡിയോ കബീർ സിംഗോ ആയിട്ടാണ്. ഇതെങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വാസ് റിയൽ. ഓൾ ഓഫ് എ സഡൻ ശാന്തന്മാരായിരുന്ന ഇവരൊക്കെ പെട്ടെന്ന് ആംഗ്രി യങ് മാനായി മാറി. ആൻഡ് ഇവരുടെയൊക്കെ ഹോസ്റ്റൽ മുറികളിൽ നിന്ന് ഓരോ 5 മിനിറ്റ് ഇടവിട്ട് കബീർ സിംഗിലെ ആ ബ്രേക്കപ്പ് സോങ്ങും കേൾക്കാമായിരുന്നു.